ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജശ്രീ. ഏവർക്കും രാജീസ് കറി ലാബിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റവ കേസരിയാണ്. പൊതുവെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. റവ എത്രയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ പകുതി അളവിലാണ് നെയ്യ് എടുത്തേക്കുന്നത്. നെയ്യ് കുറച്ച് കൂടിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ കേസരി കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, അത് കുറച്ച് സ്കൂപ്പി ആയിട്ടിരിക്കുമെന്നുള്ളൂ. പിന്നെ റവ എത്രയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ ഇരട്ടി അളവിൽ വെള്ളം. ഞാനിവിടെ പകുതി വെള്ളവും പകുതി പാലും കൂടി മിക്സ് ചെയ്താണ് എടുത്തേക്കുന്നത്. പാൽ ചേർക്കുമ്പോൾ നമ്മുടെ കേസരിക്ക് അല്പം ടേസ്റ്റ് കിട്ടും. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. ഫുഡ് കളർ ഓപ്ഷനിലാണ്. ഫുഡ് കളർ ചേർത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കേസരിക്ക് അത്ര കളർ ഇട്ടില്ല എന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളറിന് പകരമായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂണിന് താഴെയായിട്ട് ചേർക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് വരുമ്പോൾ കേസരിയുടെ ടേസ്റ്റിൽ വ്യത്യാസം വരും. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് കാഷ്നട്ട്, കുറച്ച് കിസ്മിസ്. നമുക്കപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ആ പാലും വെള്ളവും കൂടി മിക്സ് ചെയ്തത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റവ വറുത്ത് വരുമ്പോഴത്തേക്കും അതൊന്ന് തിളച്ച് കിട്ടും. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് നമുക്ക് ഈ കാഷ്നട്ടൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കിസ്മിസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചുവന്ന കളറാവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. കിസ്മിസൊക്കെ വീർത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നട്ട്സൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതോടൊപ്പം നമ്മുടെ പാലും തിളച്ച് വന്നത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നട്ട്സൊക്കെ ഇതിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള നെയ്യ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളുടെ റവ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനെടുത്ത റവ വറുത്ത റവയായിരുന്നു. അതിൽ കുഴപ്പമൊന്നുമില്ല, നമ്മളതൊന്ന് ഏത് റവയായാലും എടുക്കാം. വറുക്കാത്ത റവ ആണെങ്കിൽ നമുക്കതിൽ ഉപയോഗിക്കാം. ഒന്ന് കളറ് മാറി വരുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. അപ്പം അതൊക്കെ ഒന്ന് കളറ് മാറിക്കൊടുക്കും വന്നാൽ മതി. വറുക്കാത്ത റവയാണെങ്കിലും വറുത്ത റവയാണെങ്കിലും നമ്മൾ ഇതിലിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പം അത് ഏത് റവയായാലും നമുക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം കേട്ടോ. നമുക്കിതൊന്ന് അതൊക്കെ കളറ് മാറി വരുന്നവരെ ഒന്ന് വറുത്ത് കൊടുക്കാം. നമ്മുടെ റവ പതുക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇതേപോലെ കളർ പതുക്കെ ഒന്ന് മാറി വന്നാൽ മതി. ബ്രൗൺ കളറായി പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആ തിളപ്പിച്ചെടുത്ത പാലും വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കളർ എല്ലായിടത്തേക്കും ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര മെൽറ്റായി വന്ന് അതും ഒന്ന് വറ്റി വരണം കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ.
1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഇതിലെ പഞ്ചസാരയുടെ ഇതൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പം നമ്മിങ്ങനെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ഇതുകൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ നിർത്താതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിലാണ് തീ കിടക്കുന്നത്. നല്ലോണം ഇങ്ങനെ നമ്മുടെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഇത് വിട്ട് വരും. പാനിൽ നന്നായിട്ട് ഇതൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുവിധം തയ്യാറായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇത് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളുടെ കേസരി തയ്യാറായി കഴിഞ്ഞ് നമുക്കിതൊന്ന് തണുത്ത് വരുമ്പോൾ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേസരി റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഒരു വെറൈറ്റി ഡിഷുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.